നമസ്കാരം. ശ്രീസ് ലേണിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിലൂടെ നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് പഠിക്കാം. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. കേരളത്തിന്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായത് ആരാണ്? പ്രണബ് ജ്യോതിനാഥ്. കേരളത്തിന്റെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? പ്രണബ് ജ്യോതിനാഥ്. റിഗോലിത്ത് എന്നറിയപ്പെടുന്ന ചന്ദ്രനിലെ മണ്ണ് ശേഖരിച്ച് ഭൂമിയിൽ എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ചന്ദ്രയാൻ 4. അപ്പോൾ ചന്ദ്രയാൻ 4 ആണ് റിഗോലിത്ത് എന്നറിയപ്പെടുന്ന ചന്ദ്രനിലെ മണ്ണ് ശേഖരിച്ച് ഭൂമിയിൽ എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം. 2024 സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ മുൻ ഇന്ത്യൻ ഹോക്കി താരം ആരാണ്? PR ശ്രീജേഷ്. 2024 സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ മുൻ ഇന്ത്യൻ ഹോക്കി താരം ആരാണ്? PR ശ്രീജേഷ്. കേരളത്തിന്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായത് ആരാണ്? പ്രണബ് ജ്യോതിനാഥ്. റിഗോലിത്ത് എന്നറിയപ്പെടുന്ന ചന്ദ്രനിലെ മണ്ണ് ശേഖരിച്ച് ഭൂമിയിൽ എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ചന്ദ്രയാൻ 4. 2024 ഒക്ടോബറിൽ ലോകാരോഗ്യ സംഘടന മലേറിയ മുക്തമായി പ്രഖ്യാപിച്ച രാജ്യം ഏത്? ഈജിപ്റ്റ് ആണ്. അപ്പോൾ 2024 ലോകാരോഗ്യ സംഘടന മലേറിയ മുക്തമായി പ്രഖ്യാപിച്ച രാജ്യമേത്? ഈജിപ്റ്റ്. രാഷ്ട്രീയ ഏകതാ ദിനം ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിനം. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമായ ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പോൾ രാഷ്ട്രീയ ഏകതാ ദിനമായിട്ട് ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമാണ് ഒക്ടോബർ 31. അന്ന് രാഷ്ട്രീയ ഏകതാ ദിനമായിട്ട് ആചരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. കുട്ടികളിൽ പഞ്ചസാരയുടെ അമിത ഉപയോഗം തടയാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ച ബോധവൽക്കരണ പരിപാടിയാണ് ഷുഗർ ബോർഡ്. കുട്ടികളിൽ പഞ്ചസാരയുടെ അമിത ഉപയോഗം തടയാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ച ബോധവൽക്കരണ പരിപാടി ഏതാണ്? ഷുഗർ ബോർഡ്. ദേശീയ ആയുർവേദ ദിനം ഒക്ടോബർ 29 ദേശീയ ആയുർവേദ ദിനം. 2024 ദേശീയ ആയുർവേദ ദിനത്തിന്റെ പ്രമേയമാണ് ലോകാരോഗ്യത്തിന് ആയുർവേദത്തിന്റെ നൂതന രീതികൾ. ലോകാരോഗ്യത്തിന് ആയുർവേദത്തിന്റെ നൂതന രീതികൾ എന്നത് 2024 ദേശീയ ആയുർവേദ ദിനത്തിന്റെ പ്രമേയമാണ്. ദേശീയ ആയുർവേദ ദിനമാണ് ഒക്ടോബർ 29. ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രി ആരാണ്? ഒമർ അബ്ദുള്ള. ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. ജമ്മു കാശ്മീരിന്റെ ഉപമുഖ്യമന്ത്രി സുരീന്ദർ കുമാർ ചൗധരി. സുരീന്ദർ കുമാർ ചൗധരിയാണ് ജമ്മു കാശ്മീരിന്റെ ഉപമുഖ്യമന്ത്രി. മുഖ്യമന്ത്രി ആരാണ് ജമ്മു കാശ്മീരിന്റെ? ഒമർ അബ്ദുള്ള. 2024 ഒക്ടോബറിൽ അന്തരിച്ച കർണാടക ഹൈക്കോടതി മുൻ ജഡ്ജി ആരാണ്? ജസ്റ്റിസ് KS പുട്ടസ്വാമി. 2024 ഒക്ടോബറിൽ അന്തരിച്ച കർണാടക ഹൈക്കോടതിയുടെ മുൻ ജഡ്ജിയാണ് ആര്? ജസ്റ്റിസ് KS പുട്ടസ്വാമി. ആധാർ പദ്ധതിയുടെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് നിയമ പോരാട്ടം നടത്തിയ വ്യക്തിയാണ് ആര്? KS പുട്ടസ്വാമി. അപ്പോൾ ആധാർ പദ്ധതിയുടെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് നിയമ പോരാട്ടം നടത്തിയ വ്യക്തിയാണ് KS പുട്ടസ്വാമി. ജസ്റ്റിസ് KS പുട്ടസ്വാമിയുടെ ഹർജിയിലാണ് സ്വകാര്യത മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി വിധിയുണ്ടായത്. അപ്പോൾ സ്വകാര്യത മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതിയുടെ വിധിയുണ്ടായത് ജസ്റ്റിസ് KS പുട്ടസ്വാമിയുടെ ഹർജിയിലാണ്. സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. അപ്പോൾ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? സഞ്ജീവ് ഖന്നയാണ്. എത്രാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് സഞ്ജീവ് ഖന്ന? 51ാമത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് സഞ്ജീവ് ഖന്ന. ദേശീയ വനിതാ കമ്മീഷന്റെ 9ാമത് അധ്യക്ഷയായി നിയമിതയായത് ആരാണ്? വിജയകിഷോർ രഹത്കർ ആണ് ഇപ്പോഴത്തെ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ. എത്രാമത് ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാണ് വിജയകിഷോർ രഹത്കർ? 9ാമത് ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാണ് ആര്? വിജയകിഷോർ രഹത്കർ.
പൂർണ്ണമായും കുഷ്ഠരോഗമില്ലാതാക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് ജോർദാനാണ്. അപ്പോൾ പൂർണ്ണമായും കുഷ്ഠരോഗം ഇല്ലാതാക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് ജോർദാൻ. അടുത്തിടെ ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ നിർമ്മാണ കേന്ദ്രം എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? സൂപ്പർ കപ്പാസിറ്റർ നിർമ്മാണ കേന്ദ്രം എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? കേരളത്തിലാണ്. കേരളത്തിലെ കണ്ണൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ നിർമ്മാണ കേന്ദ്രമാണ് കേരളത്തിലെ കണ്ണൂരിൽ. കെൽട്രോണിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത്. ISROയുടെ സഹകരണത്തോടെയാണ് സൂപ്പർ കപ്പാസിറ്റർ, ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ നിർമ്മാണ കേന്ദ്രം കേരളത്തിൽ ഉദ്ഘാടനം ചെയ്തത്. പ്രതിരോധം, ഇലക്ട്രിക് വാഹനങ്ങൾ തുടങ്ങിയ മേഖലകളെ പിന്തുണയ്ക്കുന്ന കേരളത്തിന്റെ ഇലക്ട്രോണിക്സ് വ്യവസായത്തിന് ഇത് ഉത്തേജനം നൽകും. ആഗോള നിലവാരം പുലർത്തുന്ന പ്രതിദിനം 2000 സൂപ്പർ കപ്പാസിറ്ററുകൾ ഉത്പാദിപ്പിക്കുവാനാണ് ഈ സൗകര്യം ലക്ഷ്യമിടുന്നത്. കെൽട്രോണും മറ്റ് ഇലക്ട്രോണിക്സ് യൂണിറ്റുകളും നവീകരിക്കാൻ 1000 കോടി രൂപയുടെ അധിക നിക്ഷേപം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 395 കോടിയുടെ മാസ്റ്റർ പ്ലാൻ നിലവിൽ വന്നു. കേരളത്തെ ഇലക്ട്രോണിക് ഉൽപാദന കേന്ദ്രമാക്കി മാറ്റുകയാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. അപ്പോൾ കേരളത്തെ ഇലക്ട്രോണിക് ഉൽപാദന കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ നിർമ്മാണ കേന്ദ്രം എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? കണ്ണൂർ ജില്ലയിലാണ്. കേരളത്തിലെ കണ്ണൂർ ജില്ലയിലാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ മേധാവി എയർ മാർഷൽ അമർപ്രീത് സിംഗ്. ഇന്ത്യൻ വ്യോമസേനയുടെ 28ാമത്തെ മേധാവിയാണ് അമർപ്രീത് സിംഗ്. അപ്പോൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഇപ്പോഴത്തെ മേധാവി ആരാണ്? എയർ മാർഷൽ അമർപ്രീത് സിംഗ്. എത്രാമത്തെ വ്യോമസേന മേധാവിയാണ് അമർപ്രീത് സിംഗ്? 28ാമത്തെ വ്യോമസേനയുടെ മേധാവിയാണ് ആര്? എയർ മാർഷൽ അമർപ്രീത് സിംഗ്. മുതിർന്ന പൗരന്മാർക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ ചികിത്സാ പദ്ധതി ഏത്? ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതിയാണ് മുതിർന്ന പൗരന്മാർക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ ചികിത്സാ പദ്ധതി. 70 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ സഹായത്തിനാണ് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയത്. 70 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും എത്ര ലക്ഷം രൂപയാണ്? 5 ലക്ഷം രൂപയാണ് സൗജന്യ ചികിത്സാ സഹായത്തിന് കേന്ദ്ര സർക്കാർ നൽകുന്നത്. അപ്പോൾ മുതിർന്ന പൗരന്മാർക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ ചികിത്സാ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി. ഡൽഹി മുഖ്യമന്ത്രി ആരാണ്? അതിഷി മാർലേന സിംഗ്. അതിഷി മാർലേന സിംഗ് ആണ് ഡൽഹിയുടെ മുഖ്യമന്ത്രി. അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചതിനെ തുടർന്നാണ് അതിഷി മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത്. അപ്പോൾ ഡൽഹിയുടെ മുഖ്യമന്ത്രി ആരാണ്? അതിഷി മാർലേന സിംഗ്. വയോസേവന പുരസ്കാരം 2024 മികച്ച നഗരസഭയായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയാണ്. അപ്പോൾ വയോസേവന പുരസ്കാരം 2024 മികച്ച നഗരസഭയായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം നഗരസഭയാണ്. മികച്ച ജില്ലാ പഞ്ചായത്താണ് മലപ്പുറം. മികച്ച മുനിസിപ്പാലിറ്റി കൊയിലാണ്ടി. വയോസേവന പുരസ്കാരം 2024 ലഭിച്ച മികച്ച ബ്ലോക്ക് പഞ്ചായത്തുകളാണ് വൈക്കവും കല്യാശ്ശേരിയും. അപ്പോൾ വയോസേവന പുരസ്കാരം 2024 മികച്ച നഗരസഭയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് നഗരസഭയാണ്? തിരുവനന്തപുരം നഗരസഭയാണ്. മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുത്തതാണ് മലപ്പുറമാണ്. വയോസേവന പുരസ്കാരത്തിനുള്ള മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് മലപ്പുറമാണ്. മികച്ച മുനിസിപ്പാലിറ്റി കൊയിലാണ്ടി. വയോസേവന പുരസ്കാരം 2024 മികച്ച ബ്ലോക്ക് പഞ്ചായത്തുകളാണ് വൈക്കവും കല്യാശ്ശേരിയും. മികച്ച പഞ്ചായത്തുകളാണ് കാസർഗോഡ് ജില്ലയിലെ പീലിക്കോടും കണ്ണൂർ ജില്ലയിലെ കതിരൂരും. അപ്പോൾ മികച്ച പഞ്ചായത്തുകൾ ഏതൊക്കെയാണ്? വയോസേവന പുരസ്കാരം 2024 ലഭിച്ച മികച്ച പഞ്ചായത്തുകൾ ഏതൊക്കെയാണ്? കാസർഗോഡ് ജില്ലയിലെ പീലിക്കോടും കണ്ണൂർ ജില്ലയിലെ കതിരൂരുമാണ്. ആജീവനാന്ത സംഭാവന പുരസ്കാരം ലഭിച്ചത് സംഗീതജ്ഞനായ വിദ്യാധരൻ മാസ്റ്റർക്കും കൂടിയാട്ട കലാകാരനായ വേണുജിക്കുമാണ്. അപ്പോൾ വയോസേവന പുരസ്കാരം 2024 ആജീവനാന്ത സംഭാവന പുരസ്കാരം ലഭിച്ചത് വിദ്യാധരൻ മാസ്റ്റർ, സംഗീതജ്ഞനായ വിദ്യാധരൻ മാസ്റ്റർക്കും കൂടിയാട്ട കലാകാരനായ വേണുജിക്കുമാണ്. ഓൺലൈൻ ക്ലാസ് മുറി എന്ന ആശയത്തോടെ വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയ പോർട്ടൽ ഏതാണ്?
സമഗ്ര പ്ലസ്. അപ്പോൾ സമഗ്ര പ്ലസ് ആണ് ഓൺലൈൻ ക്ലാസ് മുറി എന്ന ആശയത്തോടെ വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയ പോർട്ടൽ. യാഗി ചുഴലിക്കാറ്റ് ബാധിച്ച രാജ്യങ്ങൾക്ക് സഹായം നൽകുന്നതിനായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സദ്ഭാവന. അപ്പോൾ യാഗി ചുഴലിക്കാറ്റ് ബാധിച്ച രാജ്യങ്ങൾക്ക് സഹായം നൽകുന്നതിനായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷന്റെ പേരെന്താണ്? ഓപ്പറേഷൻ സദ്ഭാവന. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയ ഉദ്യാനം നിലവിൽ വരുന്ന ഇരവികുളം ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ്. അപ്പോൾ ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയ ഉദ്യാനം നിലവിൽ വരുന്ന ഇരവികുളം ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ്. സാമ്പത്തികമായി പിന്നോക്കമുള്ള കുടുംബത്തിലെ ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുന്ന രക്ഷിതാക്കൾക്ക്, സ്ത്രീകൾക്കാണ് മുൻഗണന, സ്വയം തൊഴിൽ കണ്ടെത്താൻ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി ഏത്? സ്വാശ്രയ പദ്ധതി. അപ്പോൾ സാമ്പത്തികമായി പിന്നോക്കമുള്ള കുടുംബത്തിലെ ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുന്ന രക്ഷിതാക്കൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു? സ്വാശ്രയ പദ്ധതി. 7ാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? KN ഹരിലാൽ. അപ്പോൾ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? KN ഹരിലാൽ. 7ാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ചെയർമാനാണ് ആര്? KN ഹരിലാൽ. 2024 ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി കിരീടം നേടിയ രാജ്യം ഏത്? ഇന്ത്യയാണ്. 2024 ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി കിരീടം നേടിയ രാജ്യം ഏതാണ്? ഇന്ത്യ. ഫൈനലിൽ ചൈനയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം നേടിയത്. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യയുടെ 5ാം കിരീടമാണ് ലഭിച്ചത്. അപ്പോൾ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യയുടെ എത്രാമത് കിരീടമാണ് ലഭിച്ചത്? 5ാം കിരീടമാണ് ഇന്ത്യക്ക് ലഭിച്ചത്. ഫൈനലിൽ ചൈനയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. അപ്പോൾ 2024 ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി കിരീടം നേടിയ രാജ്യം ഏതാണ്? ഇന്ത്യ. ഉന്നത പഠന മേഖലയും തൊഴിലും തിരഞ്ഞെടുക്കാൻ കുട്ടികൾക്കു വേണ്ടി സമഗ്ര ശിക്ഷ കേരളം നടപ്പാക്കുന്ന പദ്ധതി ഏത്? സ്റ്റാർ ലീപ്പ്. അപ്പോൾ ഉന്നത പഠന മേഖലയും തൊഴിലും തിരഞ്ഞെടുക്കുവാനായിട്ട് കുട്ടികൾക്ക് വേണ്ടി സമഗ്ര ശിക്ഷ കേരളം നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? സ്റ്റാർ ലീപ്പ്. 2025 ഏപ്രിലിൽ നിലവിൽ വരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കുള്ള പെൻഷൻ പദ്ധതി ഏത്? ഏകീകൃത പെൻഷൻ പദ്ധതി. അപ്പോൾ 2025 ഏപ്രിൽ നിലവിൽ വരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കുള്ള പെൻഷൻ പദ്ധതി ഏതാണ്? ഏകീകൃത പെൻഷൻ പദ്ധതി. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീട ജേതാവ് ആര്യാന സബലങ്ക. ബെലാറൂസിന്റെ ആര്യാന സബലങ്കയാണ് US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീട ജേതാവ്. ജോലിസ്ഥലത്ത് സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ കേന്ദ്രീകൃത പ്ലാറ്റ്ഫോമാണ് ഷീ ബോക്സ്. അപ്പോൾ എന്താണ് ഷീ ബോക്സ്? ജോലിസ്ഥലത്ത് സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ കേന്ദ്രീകൃത പ്ലാറ്റ്ഫോമാണ് ഇത്, ഷീ ബോക്സ്. കേരളത്തിലെ ആദ്യത്തെ വാട്ടർ സ്ട്രീറ്റ് ടൂറിസം പദ്ധതി ആരംഭിച്ച സ്ഥലം എവിടെയാണ്? മറവൻതുരുത്ത്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ വാട്ടർ സ്ട്രീറ്റ് ടൂറിസം പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? മറവൻതുരുത്ത്. അത്ലറ്റിക്സിൽ ഒരു പാരാലിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? അത്ലറ്റിക്സിൽ ഒരു പാരാലിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് പ്രീതി പാൽ. ലോകത്തിലെ ആദ്യത്തെ എക്കോ സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ്? സൗദി അറേബ്യയിലെ നിയോമിലാണ്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ എക്കോ സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ്? സൗദി അറേബ്യയിലെ നിയോമിലാണ്. എക്കോ സിറ്റിയുടെ പേരാണ് ദ ലൈൻ എന്നാണ് എക്കോ സിറ്റിയുടെ പേര്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ എക്കോ സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ്? സൗദി അറേബ്യയിലാണ്. സൗദി അറേബ്യയിലെ നിയോമിലാണ്. എന്താണ് എക്കോ സിറ്റിയുടെ പേര്? ദ ലൈൻ. ബഹിരാകാശത്തിന്റെ അതിരായ കാർമൻ രേഖ കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന നേട്ടം സ്വന്തമാക്കിയ 21 വയസ്സുകാരി ആരാണ്? കാഴ്സൺ കിച്ചൻ. ബഹിരാകാശത്തിന്റെ അതിരായ കാർമൻ രേഖ കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന നേട്ടം സ്വന്തമാക്കിയ 21 വയസ്സുകാരിയാണ് ആര്? കാഴ്സൺ കിച്ചൻ.
വയനാട്ടിലെ കാട്ടുനായ്ക്ക ആദിവാസി വിഭാഗത്തിന്റെ അനുഷ്ഠാനങ്ങളെ പശ്ചാത്തലമാക്കി നിർമ്മിച്ച സിനിമ ഗുഡ. ആദിവാസി ഭാഷ സംസാരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രം കൂടിയാണ് ഗുഡ. അപ്പോൾ ആദിവാസി ഭാഷ സംസാരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രം ഏതാണ്? ഗുഡ. വയനാട്ടിലെ കാട്ടുനായ്ക്ക ആദിവാസി വിഭാഗത്തിന്റെ അനുഷ്ഠാനങ്ങളെ പശ്ചാത്തലമാക്കി നിർമ്മിച്ച സിനിമയാണേത്? ഗുഡ. 2024 നാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ ജേതാവ് കാർത്തിക് വെങ്കിട്ടരാമൻ. 2024 നാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് ആരാണ്? കാർത്തിക് വെങ്കിട്ടരാമൻ. പാരീസ് പാരാലിമ്പിക്സിൽ വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ സ്റ്റാൻഡിംഗ് SH1 ഇനത്തിൽ വെങ്കലം നേടിയത് ഇന്ത്യയുടെ മോന അഗർവാൾ. അപ്പോൾ പാരീസ് പാരാലിമ്പിക്സിൽ വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ സ്റ്റാൻഡിംഗ് SH1 ഇനത്തിൽ വെങ്കലം നേടിയത് ആരാണ്? മോന അഗർവാൾ. ഇന്ത്യയുടെ മോന അഗർവാൾ ആണ്. പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 നിന്ന് 21 വയസ്സായി ഉയർത്തി നിയമനിർമ്മാണം നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത്? ഹിമാചൽ പ്രദേശാണ്. അപ്പോൾ പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 നിന്ന് 21 വയസ്സായി ഉയർത്തി നിയമനിർമ്മാണം നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിലെ മെഡിക്കൽ കോളേജുകളിൽ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ ദേശീയ മെഡിക്കൽ കമ്മീഷൻ പ്രഖ്യാപിച്ച പുതിയ പദ്ധതി നശമുക്ത് ഭാരത് അഭിയാൻ. നശമുക്ത് ഭാരത് അഭിയാൻ എന്നതാണ് ഇന്ത്യയിലെ മെഡിക്കൽ കോളേജുകളിൽ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ ദേശീയ മെഡിക്കൽ കമ്മീഷൻ പ്രഖ്യാപിച്ച പുതിയ പദ്ധതി. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള കേസുകൾ പരിഗണിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി സ്ഥാപിതമാകുന്നത് എവിടെയാണ്? കൊല്ലം. അപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരമുള്ള കേസുകൾ പരിഗണിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി സ്ഥാപിതമാകുന്നത് എവിടെയാണ്? കൊല്ലത്താണ്. ശാസ്ത്ര സാങ്കേതിക മികവിനുള്ള കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ വിജ്ഞാൻ ശ്രീ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ സി അനന്തരാമകൃഷ്ണൻ. അപ്പോൾ ശാസ്ത്ര സാങ്കേതിക മികവിനുള്ള കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ വിജ്ഞാൻ ശ്രീ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ സി അനന്തരാമകൃഷ്ണൻ. ലോക റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്തെത്തിയ അമൻ ഷെഖ്രാവത്ത് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗുസ്തി. അപ്പോൾ ലോക റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്തെത്തിയ അമൻ ഷെഖ്രാവത്ത് ഏത് കായിക ഇനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഗുസ്തി. പാരീസ് ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ഗുസ്തി താരമാണ് ആര്? അമൻ ഷെഖ്രാവത്ത്. അമൻ ഷെഖ്രാവത്ത് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗുസ്തി. ശാസ്ത്ര സാങ്കേതിക മികവിനുള്ള കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ വിജ്ഞാൻ ശ്രീ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ സി അനന്തരാമകൃഷ്ണൻ. 2024 നാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് ആരാണ്? കാർത്തിക് വെങ്കിട്ടരാമൻ. പാരീസ് പാരാലിമ്പിക്സിൽ വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ സ്റ്റാൻഡിംഗ് SH1 ഇനത്തിൽ വെങ്കലം നേടിയതാരാണ്? മോന അഗർവാൾ. ഇന്ത്യയുടെ മോന അഗർവാൾ. ഏത് സംസ്ഥാനമാണ് പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 നിന്ന് 21 വയസ്സായി ഉയർത്തി നിയമനിർമ്മാണം നടത്തിയത്? ഹിമാചൽ പ്രദേശ്. ലോകത്തിലെ ആദ്യത്തെ എക്കോ സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ്? സൗദി അറേബ്യയിലെ നിയോമിലാണ്. എക്കോ സിറ്റിയുടെ പേരെന്താണ്? ദ ലയൺ. ബഹിരാകാശത്തിന്റെ അതിരാണ് കാർമൻ രേഖ. കാർമൻ രേഖ കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന നേട്ടം സ്വന്തമാക്കിയതാരാണ്? കഴ്സൺ കിച്ചൻ. ഗുഡ വയനാട്ടിലെ കാട്ടുനായ്ക്ക ആദിവാസി വിഭാഗത്തിന്റെ അനുഷ്ഠാനങ്ങളെ പശ്ചാത്തലമാക്കി നിർമ്മിച്ച സിനിമയാണ്. ആദിവാസി ഭാഷ സംസാരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രം ഏതാണ്? ഗുഡ. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരമുള്ള കേസുകൾ പരിഗണിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി സ്ഥാപിതമാകുന്നത് എവിടെയാണ്? കൊല്ലത്താണ്. എന്താണ് സ്റ്റാർ ലീപ്പ് പദ്ധതി? ഉന്നത പഠന മേഖലയും തൊഴിലും തിരഞ്ഞെടുക്കാൻ കുട്ടികൾക്ക് വേണ്ടി സമഗ്ര ശിക്ഷ കേരളം നടപ്പാക്കുന്ന പദ്ധതിയാണേത്? സ്റ്റാർ ലീപ്പ്. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീട ജേതാവാണ് ആരാണ്? ആര്യാന സബലങ്ക. ബെലാറസിന്റെ ആര്യാന സബലങ്ക. സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? KN ഹരിലാൽ. 7ാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ചെയർമാനാണ് ആര്? KN ഹരിലാൽ. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യയുടെ എത്രാമത് കിരീടമാണ് നേടുന്നത്? 5ാമത് കിരീടമാണ്. 2024 ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി കിരീടം നേടിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഏത് രാജ്യത്തെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്? ചൈനയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡൽഹിയുടെ മുഖ്യമന്ത്രി ആര്? അതിഷി മർലേന സിംഗ്. ഇന്ത്യൻ വ്യോമസേനയുടെ മേധാവി എയർ മാർഷൽ അമർപ്രീത് സിംഗ് 28ാമത്തെ മേധാവിയാണ്.
ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ ധനസഹായം, സൗജന്യ ചികിത്സ ധനസഹായം എത്ര രൂപയാണ്? 5 ലക്ഷം രൂപയാണ്. സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസ് ആരാണ്? സഞ്ജീവ് ഖന്ന. ദേശീയ വനിതാ കമ്മീഷന്റെ 9ാമത് അധ്യക്ഷൻ വിജയ് കിഷോർ രഹത്കർ. പൂർണ്ണമായും കുഷ്ഠരോഗം ഇല്ലാതാക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് ജോർദാനെയാണ്. ജസ്റ്റിസ് കെ എസ് കുട്ടസ്വാമിയുടെ ഹർജി പ്രകാരമാണ് സ്വകാര്യത മൗലികാവകാശമാണെന്ന് സുപ്രീം കോടതി വിധിയുണ്ടായത്. ആധാർ പദ്ധതിയുടെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് നിയമപോരാട്ടം നടത്തിയ വ്യക്തിയാണ് കെ എസ് കുട്ടസ്വാമി. അദ്ദേഹം 2024 ഒക്ടോബറിൽ അന്തരിച്ച കർണാടക ഹൈക്കോടതിയുടെ മുൻ ജഡ്ജിയാണ്. ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ആരാണ്? ഒമർ അബ്ദുള്ള. ജമ്മു കാശ്മീർ ഉപമുഖ്യമന്ത്രി ആര്? സുരേന്ദർ കുമാർ ചൗധരി. ദേശീയ ആയുർവേദ ദിനം ഒക്ടോബർ 29. 2024 ദേശീയ ആയുർവേദ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ലോകാരോഗ്യത്തിന് ആയുർവേദത്തിന്റെ നൂതന രീതികൾ. രാഷ്ട്രീയ ഏകതാ ദിനം ഒക്ടോബർ 31. ആരുടെ ജന്മദിനമാണ് ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിനമായിട്ട് ആചരിക്കുന്നത്? സർദാർ വല്ലഭായ് പട്ടേലിന്റെ. 2024 ഒക്ടോബറിൽ ലോകാരോഗ്യ സംഘടന മലേറിയ മുക്തമായി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ഈജിപ്റ്റ്. കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ആരാണ്? പ്രണബ് ജ്യോതിനാഥാണ്. റിഗോലിത്ത് എന്നറിയപ്പെടുന്ന ചന്ദ്രനിലെ മണ്ണ് ശേഖരിച്ച് ഭൂമിയിൽ എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? ചന്ദ്രയാൻ 4. 2024 സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ മുൻ ഇന്ത്യൻ ഹോക്കി താരമാരാണ്? PR ശ്രീജേഷ്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.